അവളുടെ അടുത്ത് ഞാൻ എടുത്തുകൊണ്ട് വന്നതാ ചേച്ചി. മോനെ ചക്കര. ചേച്ചി അമ്മേ, അമ്മ ഒന്ന് വന്നേ. അതെ, എന്ത് ദേവയാനി? ദേ നമ്മുടെ പേരക്കുട്ടി, നമ്മുടെ മോൻ വന്നു. നോക്കമ്മേ. ഞാനൊന്ന് എടുക്കട്ടെ. അമ്മേ പതുക്കെ. ദേവയാനി, ആദ്യം കുഞ്ഞിനെ കൊണ്ടുപോയി വിക്രമന്റെ കൈ കൊടുക്കുക. അവനാണ് കുഞ്ഞിനെ കാണാത്ത വിഷമത്തിൽ മുറിയും പൂട്ടിയിരിക്കുന്നത്. കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അവൻ നോർമലാവും. ശരി അമ്മേ. ചേച്ചി അത് അല്ല, ഒരു കാര്യം, എന്റെ കൊച്ചുമോനെ കൊണ്ടുവന്നു. കൊച്ചുമോൾ എന്തേ? എന്താ ശിവ, നിന്നോടാ ചോദിച്ചത് എന്റെ കൊച്ചുമോൾ എവിടെ? അത് ചേച്ചി എന്താ നിനക്ക് പറയാനൊരു വിഷമം? എവിടെ എന്റെ കൊച്ചുമോള്? എന്താ വേണ്ടാത്തെ? ദേവയാനി ചോദിച്ചു, നീ കേട്ടില്ലേ? അതിന്റെ മറുപടി പറ. കുട്ടിക്ക് എന്താ പറ്റിയത് പറയേ. ചേച്ചി, ഈ കാര്യം എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. എന്നാ പറയാതിരിക്കാനും പറ്റില്ല ചേച്ചി. മറ്റൊരു കുഞ്ഞ് ഇല്ല ചേച്ചി. കുഞ്ഞില്ലെന്ന് പറഞ്ഞ എന്താ അർത്ഥം? അവള് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവളുടെ പെർമിഷൻ ആർക്കാ വേണ്ടത്? നമ്മുടെ കുഞ്ഞിനെ അവിടുന്ന് എടുത്തോണ്ട് വരാൻ പാടില്ലായിരുന്നു നിനക്ക്? അവള് വിചാരിച്ചാൽ പോലും ആ കുഞ്ഞിനെ നമുക്ക് തരാൻ പറ്റില്ല ചേച്ചി. തരാൻ പറ്റില്ലെന്നോ? അങ്ങനെ പറഞ്ഞ എന്താ പറഞ്ഞു വരുന്നത്? ഒന്ന് തെളിച്ചു പറ. ചേച്ചി, ആ കുഞ്ഞ് മരിച്ചു ചേച്ചി. എന്താ പറഞ്ഞേ? അതെ ചേച്ചി, ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിൽ ആ വിജയും കുഞ്ഞുങ്ങളെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തായിരുന്നു ചേച്ചി. ആ ആക്സിഡന്റില് വിക്രമിന്റെ പെൺകുഞ്ഞ് ഈ ലോകത്തോട് വിട പറഞ്ഞു ചേച്ചി. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ആ വിജി മയങ്ങി കിടക്കുമായിരുന്നു ചേച്ചി. അവളുടെ കൂടെ ഈ ആൺകുഞ്ഞ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചേച്ചി. ആക്സിഡന്റിൽ തലക്ക് നല്ല പരിക്കേറ്റതുകൊണ്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാൻ അവർക്ക് പറ്റിയില്ല ചേച്ചി. ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോ എനിക്കും സഹിക്കാൻ പറ്റില്ല ചേച്ചി. ഇനി ഈ ആൺകുഞ്ഞിനെ എങ്ങനെ അവൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടില്ലോ എന്ന് കരുതിയിട്ടാ അവൾ അറിയാതെ അവിടെയുള്ള നേഴ്സിന് പണവും കൊടുത്ത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നത്. അയ്യോ ദൈവമേ, എന്റെ കൊച്ചുമോളെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുത്തല്ലോ മഹാപാപി. അവളുടെ വയറ്റിൽ ജനിച്ചു എന്നല്ലാതെ എന്ത് പാപാ കുഞ്ഞ് ചെയ്തത്? എന്തിനാ കുഞ്ഞിന് ഇങ്ങനെ ഒരു ശിക്ഷ കൊടുത്തത്? നമ്മുടെ കൊച്ചുമോളെ എന്നേക്കുമായി നമ്മളിൽ നിന്ന് അകറ്റിയില്ല അവള്. അതുകൊണ്ടായി കുഞ്ഞുങ്ങളെ അവളുടെ കയ്യിൽ കൊടുക്കരുതെന്ന് ഞാൻ ശക്തമായിട്ട് പറഞ്ഞത്. എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അത് തന്നെയാ നടന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനെ അവള് കൊലയ്ക്ക് കൊടുത്തത്. അയ്യോ അയ്യോ, ഇത് നമുക്ക് തന്നെ താങ്ങാൻ കഴിയുന്നില്ല. എന്റെ മോൻ വിക്രം എങ്ങനെ ഇത് സഹിക്കും? കുറച്ചു നാള് പോലും കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ അവന് കഴിയില്ല. ഇപ്പോ ആ കുഞ്ഞിന്റെ ജീവൻ തന്നെ അപകടത്തിൽ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ അവനെ കൊണ്ടത് എങ്ങനെ സഹിക്കാൻ പറ്റും? ഈ സമയത്ത് കുട്ടി മരിച്ചു എന്നുള്ള കാര്യം വിക്രമനോട് പറയാതിരിക്കുന്ന നല്ലത്. അതവന് താങ്ങാനാവില്ല. അല്ലെങ്കിൽ തന്നെ മാനസികമായി അവൻ ആകെ തളർന്നിരിക്കുക.
ഇനി ഇതും കൂടി അറിഞ്ഞ അവൻ എന്താ സംഭവിക്കാന്നറിയില്ല. അതെ മോളെ, രാമേന്ദ്രൻ പറയുന്നത് ശരി. ആദ്യം ദൈവം രക്ഷിച്ചു തന്ന ഈ കുട്ടിയെ നീ അവന്റെ കൊടുക്ക്. അതോടെ അവന്റെ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം കിട്ടട്ടെ. പിന്നെ സമാധാനമായിട്ട് മരിച്ചുപോയ കുഞ്ഞിന്റെ കാര്യം നമുക്ക് പറയാം. വിക്രം, വിക്രം, നീ ഇവിടെ ഉണ്ടായിരുന്നോ? വിക്രം, എന്റെ മോള്, അമ്മേ, വിക്രം, എന്റെ കുഞ്ഞു ജീവനോട് ഇല്ല അമ്മേ. മോനെ, അമ്മേ, എനിക്കിനി എന്റെ മോളെ കിട്ടില്ല അമ്മേ. എനിക്കിനി എന്റെ മോളെ കാണാൻ പറ്റില്ല അമ്മേ. കരയില്ലേ മോനെ? അയ്യോ വിക്രം, കരയില്ലേ വിക്രം? എന്റെ എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞിനെ എനിക്ക് തരില്ല തരില്ലെന്ന് പറഞ്ഞ് അവള് ഇപ്പനെ കുഞ്ഞിനെ ബലി കൊടുത്തില്ലേ അമ്മേ? കരയാ വിക്രം, കരയില്ലേ കരയില്ലടാ. എന്റെ കുഞ്ഞിനെ അവളോട് എത്ര പ്രാവശ്യം തരാൻ വേണ്ടി പറഞ്ഞാർന്ന് അറിയില്ലേ? ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയില്ലേ അമ്മേ? ഇനി ഇനി എങ്ങനെ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ പറ്റുക? എങ്ങനെ സഹിക്കും അമ്മേ ഞാനത്? അമ്മേ, പിഞ്ചു കുഞ്ഞല്ലായിരുന്നു അത്. എന്റെ കുട്ടി ദേവതയായിരുന്നു അവള്. ആ കുഞ്ഞിനെ വിജി അവളുടെ അഹങ്കാരവും വാശിയുണ്ട് അവള് കൊന്നു കളഞ്ഞ അമ്മേ. അയ്യോ, ദേവയാനി, അവനെ തടുക്കണ്ട. അവൻ കരഞ്ഞോട്ടെ. അവന്റെ മനസ്സിലുള്ള വേദനയെല്ലാം കരഞ്ഞു തീർക്കട്ടെ. വിട്ടേക്ക്. ഈ കൈകളിലേക്ക് അമ്മേ